നമസ്കാരം സുഹൃത്തുക്കളെ, ഭഗവാൻ ഗൗതമബുദ്ധനിൽ വിശ്വസിക്കൂ. അദ്ദേഹം ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് എന്നും ആരോഗ്യത്തോടെയും രോഗങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നും ജീവിക്കാൻ കഴിയും. ഏതാണാ നിയമം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് അറിയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകാം, അങ്ങനെയൊരു വഴിയോ നിയമമോ ഇല്ല എന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആയുർവേദത്തിൽ അങ്ങനെയൊരു നിയമമുണ്ട്. അത് പിന്തുടർന്നാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കാം. ആ നിയമത്തെക്കുറിച്ച് ആയുർവേദത്തിലെ വലിയ പണ്ഡിതന്മാർ ഇന്നും സംസാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾ പാലിച്ചാൽ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെയും രോഗമില്ലാതെയും ഇരിക്കാൻ കഴിയുന്ന ആ 4 നിയമങ്ങളെക്കുറിച്ചാണ്. ഈ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരിക്കലും ഗ്യാസ്, ദഹനക്കേട്, അസിഡിറ്റി, സന്ധിവേദന, നടുവേദന, കൈകാലുകളിലെ വേദന, അമിതവണ്ണം, BP, ഷുഗർ, ജലദോഷം, ചുമ, ഹൃദയസംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾക്കും ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു കഥയിലൂടെ ഞാൻ ആ 4 നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. കാരണം കഥകളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അതിനാൽ ഈ കഥ ശ്രദ്ധയോടെ പൂർണ്ണമായും കേൾക്കുക. ഗുരുവും ശിഷ്യന്മാരും. വളരെ കാലം മുമ്പ് ആയുർവേദത്തിലെ പ്രസിദ്ധനായ ഗുരു ആചാര്യ സുഖദേവ് തന്റെ കുറച്ച് ശിഷ്യന്മാരുമായി ഒരു ഗ്രാമത്തിനടുത്തുള്ള വനത്തിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം എല്ലാ ശിഷ്യന്മാർക്കും ഉപദേശം നൽകുകയായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, മക്കളെ, ഭഗവാൻ ഗൗതമബുദ്ധൻ ലോകത്തിലെ ജനങ്ങൾക്ക് 4 സുപ്രധാന നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളിതെപ്പോഴും പാലിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒരിക്കലും രോഗിയാകില്ല, ഒരു അസുഖവും നിങ്ങളെ ബാധിക്കുകയുമില്ല. ഗുരുവിന്റെ ഈ വാക്കുകൾ കേട്ട് ശിഷ്യന്മാരിൽ ഒരാൾ സന്തോഷത്തോടെ ചോദിച്ചു, ഗുരുവേ, ശരിക്കും അങ്ങനെയൊരു നിയമമുണ്ടോ? അത് പാലിച്ചാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുമോ? ഈ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ ഒരു രോഗവും വരാതിരിക്കുമോ? അപ്പോൾ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് ആ ശിഷ്യനോട് പറഞ്ഞു, അതേ മകനെ, നിങ്ങൾ ഈ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കും. ജീവിതത്തിൽ ഒരിക്കലും ഒരു രോഗവും നിങ്ങളെ ബാധിക്കില്ല. ഉടൻ തന്നെ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, അങ്ങനെയെങ്കിൽ ആ നിയമങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരണം. അതുവഴി ഞങ്ങൾക്കത് പാലിക്കാനും ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കാനും കഴിയും. എന്നിട്ട് ഈ നിയമങ്ങളെക്കുറിച്ച് എല്ലാവരോടും പറയാനും അങ്ങനെ അവരും രോഗങ്ങളിൽ നിന്ന് മുക്തരായി ആരോഗ്യത്തോടെ ജീവിക്കാനും സാധിക്കും. ശിഷ്യന്റെ ഈ വാക്കുകൾ കേട്ട് ഗുരു മറ്റു ശിഷ്യന്മാരോടായി പറഞ്ഞു, മക്കളെ, നിങ്ങളെല്ലാവരും എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. എല്ലാ ശിഷ്യന്മാരും ഗുരുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കാൻ തുടങ്ങി. മക്കളെ, ആയുർവേദത്തിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് രോഗമുക്തനായിരിക്കണമെങ്കിൽ അവൻ തന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ആ 3 കാര്യങ്ങൾ ഇതാണ്. അവൻ തന്റെ വാതം, പിത്തം, കഫം എന്നിവയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തണം. തുടർന്ന് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, നമ്മുടെ ശരീരത്തിൽ 3 തരത്തിലുള്ള ദോഷങ്ങൾ കാണപ്പെടുന്നുണ്ട്. വാതദോഷം, പിത്തദോഷം, കഫദോഷം. നമ്മുടെ ശരീരം മുഴുവൻ ഈ 3 ദോഷങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഇതിനുശേഷം ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, വാതദോഷം വളരെയധികം കൂടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 80-ലധികം രോഗങ്ങൾ പ്രവേശിക്കുന്നു. ഉദാഹരണത്തിന് കാൽമുട്ടുവേദന, നടുവേദന, തോൾവേദന, BP, കൂടുകയും കുറയുകയും ചെയ്യുന്നത്, ഹൃദയാഘാതം തുടങ്ങിയ അസുഖങ്ങൾ. പിത്തദോഷം കൂടുകയാണെങ്കിൽ 40 രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഉദാഹരണത്തിന് അസിഡിറ്റി, അൾസർ, വയറ്റിൽ പുകച്ചിൽ, നെഞ്ചെരിച്ചിൽ, ഭക്ഷണം ദഹിക്കാതിരിക്കുക തുടങ്ങിയവയെല്ലാം പിത്തം കൂടുന്നതിന്റെ ഫലമാണ്. കഫദോഷം കൂടുകയാണെങ്കിൽ 20 രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഉദാഹരണത്തിന് അമിതവണ്ണം. അമിതവണ്ണം കൂടുമ്പോൾ പിന്നെ 20ഓളം രോഗങ്ങൾ ശരീരത്തിൽ കടന്നുവരും. ശേഷം ഗുരു എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞു, മക്കളെ, ജലദോഷം, ചുമ, പനി മുതൽ ഏറ്റവും വലിയ രോഗമായി കണക്കാക്കുന്ന ക്യാൻസർ വരെ ഈ വലിയ രോഗങ്ങളെല്ലാം വാതം, പിത്തം, കഫം എന്നിവയുടെ അസന്തുലിതാവസ്ഥ മൂലമാണ് ഉണ്ടാകുന്നത്. വാതം, പിത്തം, കഫം എന്നിവയെ സന്തുലിതമായി നിലനിർത്താൻ ആയുർവേദത്തിൽ ധാരാളം നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ നിയമങ്ങളിൽ നിന്ന് 4 പ്രധാനപ്പെട്ട നിയമങ്ങൾ പറഞ്ഞുതരാം. അവ പാലിച്ചാൽ നിങ്ങൾക്ക് ഈ 3 ദോഷങ്ങളെയും സന്തുലിതമായി നിലനിർത്താൻ കഴിയും. തുടർന്ന് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളും സന്തുലിതമായി ഇരിക്കാൻ നിങ്ങൾ 1ാമത്തെ നിയമം പാലിക്കണം. ആ നിയമം ഇതാണ്. ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം കുടിക്കരുത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. മക്കളെ, പലരും ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം കുടിക്കും. ചിലർക്ക് വെള്ളമില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ചിലർ ഒരു ഉരുള ഭക്ഷണം കഴിച്ചിട്ട് ഒരു കവിൾ വെള്ളം കുടിക്കും. എന്നാൽ ഭക്ഷണം കഴിച്ചതിനു ശേഷം വെള്ളം ഒരിക്കലും കുടിക്കരുത്. കാരണം ഭക്ഷണത്തിന്റെ അവസാനം വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് വിഷം കുടിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം കുടിക്കരുത്. കാരണം
നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ഭക്ഷണവും വയറ്റിലെ ഒരിടത്ത് പോയി ശേഖരിക്കപ്പെടുന്നു. നമ്മുടെ വയറ്റിൽ ഒരു സ്ഥാനമുണ്ട്, അതിനെ നമ്മൾ ജഠരം എന്ന് വിളിക്കുന്നു. ഈ ജഠരം നമ്മുടെ വയറ്റിലെ ചെറിയ ഒരിടമാണ്. ഇത് നിങ്ങളുടെ വയറ്റിൽ നാഭിയുടെ ഇടതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ എന്ത് കഴിച്ചാലും, അത് റൊട്ടിയോ ചോറോ മോരോ പാലോ തൈരോ ആകട്ടെ, അത് മുഴുവനും ഈ സ്ഥാനത്ത് വന്ന് ശേഖരിക്കപ്പെടുന്നു. ജഠരത്തിൽ ഭക്ഷണം ശേഖരിക്കുമ്പോൾ അവിടെ തീ ആളിക്കത്തുന്നു. ആ തീയെ നമ്മൾ ജഠരാഗ്നി എന്ന് വിളിക്കുന്നു, അതായത് ജഠരത്തിലെ അഗ്നി. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ്റിൽ ജഠരാഗ്നി കത്തുന്നു. ആ ജഠരാഗ്നി ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നു. അടുക്കളയിലെ അടുപ്പ് ഭക്ഷണത്തെ പാകം ചെയ്യുന്നത് പോലെയാണ് ഈ ജഠരാഗ്നി നമ്മുടെ വയറ്റിലെ ഭക്ഷണത്തെ പാകം ചെയ്യുന്നത്. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ തീ കത്തിച്ച് അതിൽ പാൽ വെച്ച് കുറച്ച് അരിയിടുകയാണെങ്കിൽ തീ കത്തുന്നിടത്തോളം കാലം പായസമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് നമ്മുടെ വയറ്റിലും സംഭവിക്കുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടൻ വയറ്റിൽ തീ കത്താൻ തുടങ്ങും. തീ കത്തുന്നിടത്തോളം കാലം ഭക്ഷണം ദഹിക്കുന്ന പ്രക്രിയ തുടരും. അടുക്കളയിൽ ഭക്ഷണം പാകുന്നതുപോലെ വയറ്റിലും ഭക്ഷണം പാകുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ്റിൽ അഗ്നി ജ്വലിച്ചു, അത് ഭക്ഷണത്തെ ദഹിപ്പിക്കും. എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടൻ വേഗത്തിൽ വെള്ളം കുടിച്ചാൽ, അതും തണുത്ത വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ അഗ്നി കെട്ടുപോകും. നമ്മൾ തീയുടെ മുകളിൽ വെള്ളമൊഴിച്ചാൽ തീ കെട്ടുപോകില്ലേ? കാരണം തീയും വെള്ളവും തമ്മിൽ സൗഹൃദത്തിലല്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് മുകളിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ആ വെള്ളം നിങ്ങളുടെ വയറ്റിൽ കത്തുന്ന അഗ്നിയെ ശാന്തമാക്കുകയും ആ അഗ്നി കെട്ടുപോകുകയും ചെയ്യും. കത്തുന്ന തീയിൽ വെള്ളമൊഴിക്കുമ്പോൾ തീ കെട്ടുപോകുന്നതുപോലെ നിങ്ങളുടെ വയറ്റിൽ കത്തുന്ന അഗ്നിയും വെള്ളം കുടിക്കുന്നതിലൂടെ കെട്ടുപോകും. അപ്പോൾ ഭക്ഷണം ദഹിക്കുകയില്ല, അത് വയറ്റിൽ കിടന്ന് അഴുകാൻ തുടങ്ങും. അഴുകിയ ഭക്ഷണം നിങ്ങൾക്ക് വിഷം പോലെ പ്രവർത്തിക്കും. നിങ്ങൾ ജീവിതകാലം മുഴുവൻ രോഗിയായി തുടരുകയും ചെയ്യും. ഇതിനുശേഷം ഗുരു എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞു, മക്കളെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പലർക്കും വയറ്റിൽ ധാരാളം ഗ്യാസ് ഉണ്ടാകും. ഭക്ഷണം ദഹിക്കാത്തവർക്കാണ് ഈ ഗ്യാസ് ഉണ്ടാകുന്നത്. പലർക്കും വയറ്റിൽ പുകച്ചിൽ അനുഭവപ്പെടും. ഭക്ഷണം ദഹിക്കാത്തവർക്കാണ് ഈ പുകച്ചിൽ ഉണ്ടാകുന്നത്. ചിലരുടെ വയറ് പെട്ടെന്ന് വീർക്കും. ഇതും ഭക്ഷണം ദഹിക്കാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഭക്ഷണം ദഹിക്കാതെ വരുമ്പോൾ അത് അഴുകും. അഴുകുമ്പോൾ അത് വിഷമുണ്ടാക്കും. ആ വിഷം നിങ്ങളെ രോഗിയാക്കും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം കുടിക്കരുത്. ഗുരുവിന്റെ ഈ വാക്കുകൾ കേട്ട് ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, ഗുരുദേവാ, ഭക്ഷണം കഴിച്ചതിനു ശേഷം വെള്ളം കുടിക്കാൻ പാടില്ലെങ്കിൽ എത്ര സമയത്തിനു ശേഷം വെള്ളം കുടിക്കാം? അപ്പോൾ ഗുരു അതിന് മറുപടി നൽകി, മക്കളെ, നിങ്ങൾ കുറഞ്ഞത് 1 മണിക്കൂർ നേരത്തേക്ക് വെള്ളം കുടിക്കരുത്. 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. 1 മണിക്കൂർ വരെ വെള്ളം കുടിക്കരുത് എന്ന് പറയാൻ കാരണം, വയറ്റിൽ അഗ്നി ജ്വലിക്കുന്ന ഈ പ്രക്രിയ ഏകദേശം 1 മണിക്കൂർ വരെയാണ് നീണ്ടുനിൽക്കുന്നത്. അതിനുശേഷം വയറ്റിലെ അഗ്നി തനിയെ ശാന്തമാകും. അതിനുശേഷം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. മക്കളെ, ഉദാഹരണത്തിന് നിങ്ങൾ 10 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ 11 മണിക്ക് വെള്ളം കുടിക്കുക. 11 മണിക്ക് കഴിച്ചാൽ 12 മണിക്ക് വെള്ളം കുടിക്കുക. അതായത് 1 മണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കുക. ഗുരു ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരിലൊരാൾ ചോദിച്ചു, ഗുരുദേവാ, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമുക്ക് വെള്ളം കുടിക്കാൻ കഴിയുമോ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കാൻ കഴിയുമോ? അപ്പോൾ ഗുരു ആ ശിഷ്യന്റെ ചോദ്യത്തിന് മറുപടി നൽകി, മോനെ, ഭക്ഷണം കഴിക്കുന്നതിന് 40 മിനിറ്റ് മുൻപ് വയറു നിറയെ വെള്ളം കുടിക്കാം. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കണമെങ്കിൽ 1 കവിൾ വെള്ളം കുടിക്കാം. അതിൽ കൂടുതൽ കുടിക്കരുത്. ഗുരു ആ ശിഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ശിഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു, ഗുരുവേ, ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എന്താണ് കുടിക്കാൻ കഴിയുക? കാരണം ഭക്ഷണം കഴിച്ച ഉടൻ ഞങ്ങൾക്ക് അതിയായ ദാഹം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഗുരു അതിന് മറുപടി നൽകി, മക്കളെ, ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് തൈര് കൊണ്ടുള്ള ലസ്സി കുടിക്കാം, മോര് കുടിക്കാം, പാൽ കുടിക്കാം. ഭക്ഷണം കഴിച്ച ഉടൻ പഴച്ചാറുകൾ കുടിക്കാം. എന്നാൽ വെള്ളം 1 മണിക്കൂറിന് ശേഷം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ രാവിലെ കഴിക്കുന്ന പ്രഭാത ഭക്ഷണത്തിന് ശേഷം ദാഹം തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് പഴച്ചാറ് കുടിക്കാം. ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ലസ്സിയോ മോരോ കുടിക്കുക. രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം പാൽ കുടിക്കുക. ഈ നിയമം പാലിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും രോഗങ്ങൾ ഉണ്ടാകില്ല. വാതം, പിത്തം, കഫം, ഈ 3ഉം ഈ ചെറിയ നിയമം കൊണ്ട് സന്തുലിതമാകും. ഇതിനുശേഷം ഗുരു എല്ലാ ശിഷ്യന്മാർക്കും 2ാമത്തെ നിയമം പറഞ്ഞുകൊടുത്തു. മക്കളെ, 2ാമത്തെ നിയമം ഇതാണ്. നിങ്ങൾ എപ്പോൾ വെള്ളം കുടിച്ചാലും അത് കവിൾക്കവിളായി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ചായ കുടിക്കുന്നത് പോലെ, നിങ്ങൾ ചായ സിപ്പ് ചെയ്ത് കുടിക്കുന്നത് പോലെ വെള്ളവും കവിൾക്കവിളായി കുടിക്കുക. എന്നാൽ മക്കളെ, പലരും വെള്ളം നിറച്ച ഗ്ലാസ് എടുത്ത് വായിൽ വെച്ച് വേഗത്തിൽ ഒറ്റയടിക്ക് കുടിച്ചു തീർക്കും. ഈ രീതി തീർത്തും തെറ്റാണ്. നിങ്ങൾ ഒറ്റയടിക്കൊരു കവിൾ വെള്ളം മാത്രമേ കുടിക്കാവൂ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വായിലെ ഉമിനീര് ആ വെള്ളത്തിൽ കലർന്ന് വയറ്റിനുള്ളിലേക്ക് പോകുന്നു. ഈ വായിലെ ഉമിനീര് ക്ഷാരഗുണമുള്ളതാണ്, ആൽക്കലൈൻ. വയറ്റിലെപ്പോഴും അമ്ളം, ആസിഡ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട്
നിങ്ങൾ വെള്ളം കവിൾക്കവിളായി കുടിക്കുമ്പോൾ വായിലെ ഉമിനീര് പതിയെ വയറ്റിലേക്ക് പോവുകയും ക്ഷാരഗുണമുള്ള ആ പദാർത്ഥം വയറ്റിലെ അമ്ലഗുണമുള്ള പദാർത്ഥവുമായി കലരുകയും ചെയ്യുന്നു. ഇത് ആർക്കും വയറ്റിൽ അമ്ലത അസിഡിറ്റി ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. വയറ്റിൽ അമ്ലത ഉണ്ടാകാതിരിക്കുമ്പോൾ രക്തത്തിലും അമ്ലത ഉണ്ടാകില്ല. രക്തത്തിൽ അമ്ലതയില്ലാത്തവർക്ക് ജീവിതത്തിൽ ഒരിക്കലും വാതം, പിത്തം, കഫം എന്നിവയുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാകില്ല. ഈ 3 ദോഷങ്ങളും സന്തുലിതമായി നിലനിൽക്കുകയും അവർ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വെള്ളം കവിളായി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഇതിനുശേഷം ഗുരു എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞു, മക്കളെ, മനുഷ്യരെ ഒഴികെ മറ്റ് മൃഗങ്ങളെയും പക്ഷികളെയും നോക്കൂ. മൃഗങ്ങളും പക്ഷികളും വെള്ളം കവിളായി തന്നെയാണ് കുടിക്കുന്നത്. ഒരു കിളി വെള്ളം കുടിക്കുമ്പോൾ അത് കൊക്കിൽ ഒരു തുള്ളി വെള്ളം മാത്രമേ എടുക്കുകയുള്ളൂ. അതിൽ കൂടുതൽ എടുക്കില്ല. എന്നിട്ടത് കൊക്ക് നന്നായി ചലിപ്പിച്ച് ആ വെള്ളം ഉള്ളിലേക്കെടുക്കും. അതുപോലെ ഒരു നായ വെള്ളം കുടിക്കുമ്പോൾ അത് നക്കി മാത്രമേ കുടിക്കുകയുള്ളൂ. അത് ഒറ്റ ശ്വാസത്തിൽ വെള്ളം കുടിക്കില്ല. സിംഹം, പുലി, കരടി തുടങ്ങിയ എല്ലാ മൃഗങ്ങളും വെള്ളം നക്കി കുടിക്കുന്നു. അതുകൊണ്ടാണ് ഈ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒരു രോഗവും വരാത്തത്. ഒരു പക്ഷിക്കും സന്ധിവാതമില്ല, ഒരു മൃഗത്തിനും പ്രമേഹമില്ല, ഒരു പക്ഷിക്കും ഷുഗറില്ല, ഒരു മൃഗത്തിനും മറ്റ് രോഗങ്ങളില്ല. ഒരു മൃഗവും അമിതവണ്ണമുള്ളവയല്ല, ഒരു പക്ഷിയും അമിതവണ്ണമുള്ളവയല്ല. ഒരു മൃഗത്തിനും പക്ഷിക്കും അസിഡിറ്റിയുടെ പ്രശ്നമില്ല. എല്ലാം ആരോഗ്യത്തോടെയും ഫിറ്റായിട്ടുമിരിക്കുന്നു. ഇത് അവർ വെള്ളം കവിളായി കുടിക്കുന്നത് അല്ലെങ്കിൽ നക്കി കുടിക്കുന്നതുകൊണ്ടാണ്. ഈ മൃഗങ്ങളെയും പക്ഷികളെയും ആരും പഠിപ്പിക്കുന്നില്ല. അവർക്ക് ഗുരുക്കന്മാരില്ല, ആരും അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നുമില്ല. എന്നാൽ മനുഷ്യൻ എല്ലാം അറിഞ്ഞുകൊണ്ട് മണ്ടനായി ജീവിക്കുന്നു. മനുഷ്യന് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, എന്നിട്ടും അവൻ ആ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. എന്നാൽ മൃഗങ്ങളും പക്ഷികളും ജനനം മുതൽ ഈ അറിവ് സ്വായത്തമാക്കി അതിനെ നല്ല രീതിയിൽ പാലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. നിങ്ങൾക്കും ഈ നിയമം പാലിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കാം. ഇതിനുശേഷം ഗുരു എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞു, മക്കളെ, ഇനി ഞാൻ നിങ്ങൾക്ക് 3ാമത്തെ നിയമം പറഞ്ഞുതരാം. ആ 3ാമത്തെ നിയമം ഇതാണ്: ജീവിതത്തിൽ എത്ര ദാഹിച്ചാലും നിങ്ങൾ തണുത്ത വെള്ളം ഒട്ടും കുടിക്കരുത്. ഐസിട്ട വെള്ളവും ഫ്രിഡ്ജിൽ വെച്ച വെള്ളവും നിങ്ങൾ ഒരിക്കലും കുടിക്കരുത്. കാരണം നിങ്ങളുടെ ശരീരം ചൂടുള്ളതാണ്, വെള്ളം തണുത്തതുമാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ വയറ് ചൂടായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ വയറ്റിൽ പോരാട്ടം തുടങ്ങും. കാരണം നിങ്ങൾ സാധാരണ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ വയറ്റിന് ആ വെള്ളത്തെ ചൂടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ നന്നായി സപ്ലൈ ആകുന്നു. തുടർന്ന് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് തണുത്ത വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മൺകൂജയിലെ വെള്ളം കുടിക്കാം. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമാണ്. അത് നിങ്ങൾക്ക് ദോഷം വരുത്തുകയുമില്ല. നിങ്ങൾ ഈ നിയമം പാലിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെയിരിക്കും. തുടർന്ന് ഗുരു തന്റെ ശിഷ്യന്മാർക്ക് 4ാമത്തെ നിയമം വിശദീകരിച്ചു കൊടുത്തു. മക്കളെ, ഒരു ദിവസത്തെ തുടക്കം എങ്ങനെയായിരിക്കണം, അതുപോലെയാണ് ആ ദിവസം മുഴുവൻ കടന്നുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെള്ളം കുടിക്കുക എന്നതാണ്. ശിഷ്യന്മാർ ആകാംക്ഷയോടെ ചോദിച്ചു, ഗുരുദേവ, രാവിലെ എഴുന്നേറ്റയുടൻ വെള്ളം കുടിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണു തുറക്കുമ്പോൾ ആദ്യം 2 മുതൽ 3 ഗ്ലാസ് വരെ ചെറുചൂടുവെള്ളം കുടിക്കുക. അതിനുശേഷം മാത്രം ശൗചാലയത്തിൽ പോകുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 2 വലിയ ഗുണങ്ങൾ ലഭിക്കും. 1ാമത്തെ ഗുണം, നിങ്ങളുടെ വയറ് ഉടൻ തന്നെ വൃത്തിയാകും. മക്കളെ, രാത്രി മുഴുവൻ നിങ്ങളുടെ ശരീരം ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അത് മലം പുറന്തള്ളാൻ തയ്യാറായി ഇരിക്കുന്നുണ്ടാകും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റയുടൻ വെള്ളം കുടിക്കുമ്പോൾ അത് നിങ്ങളുടെ വൻകുടലിലേക്ക് നേരിട്ട് പോവുകയും അതിനെ സജീവമാക്കുകയും ചെയ്യും. വൻകുടൽ വൃത്തിയാകുമ്പോൾ വയറ്റിൽ നേരിയ സമ്മർദ്ദം അനുഭവപ്പെടുകയും നിങ്ങൾ ശൗചാലയത്തിൽ പോകുമ്പോൾ 3 മുതൽ 4 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ വയറ് പൂർണ്ണമായും വൃത്തിയാവുകയും ചെയ്യും. ഓർമ്മിക്കുക, ആരുടെ വയറാണോ എല്ലാ ദിവസവും രാവിലെ ബുദ്ധിമുട്ടില്ലാതെ വൃത്തിയാകുന്നത് അവർ പല രോഗങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു. മലബന്ധം, അസിഡിറ്റി, വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയുടെ ഒരേയൊരു പരിഹാരം രാവിലെ എഴുന്നേറ്റയുടൻ വെള്ളം കുടിക്കുക എന്നതാണ്. 2ാമത്തെ ഗുണം, ഇത് വയറ്റിലെ അമ്ലതയെ ശാന്തമാക്കും. മക്കളെ, നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ വായിൽ ഒരു പ്രത്യേകതരം ക്ഷാരഗുണമുള്ള ഉമിനീർ ഉണ്ടാകുന്നു. ഈ ഉമിനീർ വളരെ വിലപ്പെട്ടതാണ്. കാരണം ഇത് ശരീരത്തിലെ അമ്ലതയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേറ്റയുടൻ വെള്ളം കുടിക്കുമ്പോൾ ഈ ക്ഷാരഗുണമുള്ള ഉമിനീർ വയറ്റിൽ പോവുകയും അവിടെയുള്ള ആസിഡിനെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ രാവിലെ വെള്ളം കുടിച്ചില്ലെങ്കിൽ വയറ്റിലെ അമ്ലത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഗ്യാസ്, പുകച്ചിൽ, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റയുടൻ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിയമമാക്കി മാറ്റുക. ഈ ഒരു ലളിതമായ ശീലം നിങ്ങളെ പല വലിയ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കും.
എല്ലാ ശിഷ്യന്മാരും തലകുനിച്ചു പറഞ്ഞു, ഗുരുദേവ, ഞങ്ങൾ ഈ നിയമം ഞങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പാലിക്കും. ഇതിനുശേഷം ഗുരു എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞു, മക്കളെ, ഇതാണ് ആയുർവേദത്തിലെ 4 നിയമങ്ങൾ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. 1. ഒന്നാമത്തെ നിയമം, ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം കുടിക്കരുത്. 2. രണ്ടാമത്തെ നിയമം, വെള്ളം ഒറ്റ ശ്വാസത്തിൽ കുടിക്കരുത്. വെള്ളം കവിൾക്കവിളായി കുടിക്കുക. 3. മൂന്നാമത്തെ നിയമം, തണുത്ത വെള്ളം ഒരിക്കലും കുടിക്കരുത്. 4. നാലാമത്തെ നിയമം, രാവിലെ എഴുന്നേറ്റ ഉടൻ വായ കഴുകുന്നതിനു മുൻപ് വെള്ളം കുടിക്കുക. ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെയിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു രോഗവും വരില്ല. അതുകൊണ്ട് ഈ നിയമം പാലിക്കുക. ഇത്രയും പറഞ്ഞ ശേഷം ഗുരു ശാന്തനായി. അവിടെയുണ്ടായിരുന്ന എല്ലാ ശിഷ്യന്മാരും ഗുരുവിന് നന്ദി പറഞ്ഞു. ഗുരുദേവ, ഞങ്ങൾ ഈ നിയമം തീർച്ചയായും പാലിക്കും എന്ന് എല്ലാവരും ഗുരുവിനോട് പറഞ്ഞു. 90% രോഗങ്ങൾ അകറ്റാൻ ഒരൊറ്റ വഴി. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതുവഴി അവർക്കും ഈ പ്രധാനപ്പെട്ട നിയമത്തെക്കുറിച്ച് അറിയാൻ കഴിയട്ടെ. നന്ദി.